നമസ്കാരം. ബ്രസ്റ്റ് ഓഗ്മെൻറ്റേഷന് മുന്നേയായി അറിഞ്ഞിരിക്കേണ്ട 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നമ്പർ 1, റിസർച്ച് അബൌട്ട് യുവർ പ്ലാസ്റ്റിക് സർജൻ. നിങ്ങളുടെ സർജറി ചെയ്യുന്നത് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് സർജനിൽ നിന്ന് മാത്രമാണെന്ന് ഉറപ്പുവരുത്തുക. നമ്പർ 2, പ്രോപ്പർ കൺസൾട്ടേഷൻ ആൻഡ് കംഫർട്ടബിലിറ്റി. നിങ്ങൾ കൺസൾട്ടേഷൻ സമയത്ത് പൂർണ്ണമായും കംഫർട്ടബിൾ ആയിട്ടാണെന്നും നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ എന്താണെന്നും നിങ്ങളുടെ ഡോക്ടറുമായിട്ട് കംപ്ലീറ്റ്ലി സംസാരിച്ചതിന് ശേഷം മാത്രം പ്രൊസീജിയറിലോട്ട് തയ്യാറെടുക്കുക. നമ്പർ 3, റിക്കവറി ടൈം. സാധാരണഗതിയിൽ ബ്രസ്റ്റ് ഓഗ്മെൻറ്റേഷൻ കഴിഞ്ഞ് ആ ദിവസമോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നതാണ്. എന്നിരുന്നാലും 1 വീക്ക് വരെ ചെറിയ തോതിലുള്ള വ്യായാമങ്ങളോ അങ്ങനെ ചെറിയ വീട്ടിലെ ജോലികളോ മാത്രം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ശ്രദ്ധിക്കുക. 1 മാസത്തിന് ശേഷം മാത്രമേ ജിം പോലുള്ള വർക്കൗട്ടുകളും ഹെവി ആക്ടിവിറ്റീസിലോട്ടും കടക്കാൻ പാടുള്ളൂ. നമ്പർ 4, ഡോണ്ട് കമ്പയർ വിത്ത് അതേഴ്സ്. യു ആർ യൂണിക് ഇൻ യുവർ ഓൺ വേ. ഓരോ ശരീരവും വ്യത്യസ്തമാണ്. നിങ്ങളുടെ സർജനെ മീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള സൈസസും കാര്യങ്ങളും നിങ്ങളുടെ സർജനും കൂടി ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രം പ്രൊസീജിയറിലോട്ട് കടക്കാനായിട്ട് ശ്രദ്ധിക്കുക.